ഹായ് ഹലോ ദിസ് ഇസ് മീ അമൃത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഹോൾ വീഡിയോസ്. ആൻഡ് എനിക്കിപ്പം ഈയിടെയായിട്ട് മനസ്സിലായത് മീഷോ ഹോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ആണെങ്കിലും മീഷോ ഹോൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ മേ ബി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രൊഡക്റ്റ് അത് എന്താ നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ, ചിലത് റിവ്യൂ ഫോട്ടോ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ വീഡിയോ കണ്ട് ഓരോ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തതായിരുന്നല്ലോ, ഇത് ഇത്രയും നല്ലതായിരുന്നു, അങ്ങനെ തോന്നുന്ന ടൈപ്പ് ഓഫ് വീഡിയോസാണ് എനിക്ക് പേഴ്സണലി മീഷോ ഹോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മളൊരു മീഷോ ഹോളായിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ടുഡേ വി ആർ ഷോയിങ് കുറച്ചധികം ബാഗ്സ്. വി ആർ ഷോയിങ് ഒരുപാട് ബാഗ്സ്, ഒരുപാടല്ല, ഒരു 5-6 ബാഗ്സ് ഉണ്ട്. 5-6 ബാഗ്സ് കാണിച്ചു തരുന്ന ഒരു ഹോൾ വീഡിയോ ആണ് ഇന്നത്തെ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയാം. നമ്മൾ റീസെൻ്റ്ലി ഒരു ജ്വല്ലറി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്വൽസ് ഓഫ് ജോയ് എന്നാണ് പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. നമ്മളതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് കൊടുക്കുന്നത്, സെല്ല് ചെയ്യുന്നത്. അതായത് ഡെയിലി വിയറിന് പറ്റുന്ന, കുളിക്കുമ്പോൾ ഒന്ന് ഊരി വെക്കാത്ത, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ. ആൻഡ് വെരി അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ബിക്കോസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതൊക്കെ ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, എത്രയും പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിൽ നമുക്ക് 1 by 1 ആയിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് സ്ലിംഗ് ബാഗ് ആണ്. അടിപൊളി. ഇതൊരു ഇത് ക്ലോത്ത് നമ്മൾ പറയാം ഡെനിം പോലത്തെ ഒരു മെറ്റീരിയലാണ്. അടിപൊളി ഒരു സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. ഈ ഒരു സാധനമൊക്കെ ഞാൻ കുറച്ചധികം കാലമായിട്ട് ഇങ്ങനെ വിഷ് ലിസ്റ്റ് ചെയ്ത് വാങ്ങണോ വേണ്ടിയോ, ക്വാളിറ്റി അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ സൂപ്പർ ക്വാളിറ്റിയാണ്. 2 കമ്പാർട്ട്മെന്റ്സ് ആണ്. ഒന്ന് ഇതൊരു ഓപ്പൺ കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പൈസയും കാര്യങ്ങളും ഒന്നും ഇവിടെ വെക്കാൻ പറ്റത്തില്ല, അത് പോകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഇതാണ് ഒരു മെയിൻ കമ്പാർട്ട്മെന്റ്. നമ്മുടെ ഒരു ഫോണ്, ഒരു വാലറ്റ്, അത്യാവശ്യം ക്യാഷ്, കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഈ ഒരു കമ്പാർട്ട്മെന്റിന് ഒരു ക്ലോത്ത് ലൈനിങ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു നൈലോൺ പോലത്തെ ഒരു തുണിൻ്റെ ലൈനിങ് ഒക്കെ വന്നിട്ട് ഒരു അടിപൊളിയാണ്. 2 സിപ്പ് ഉണ്ട് കേട്ടോ. സിപ്പർ ക്ലോഷർ ആണ് വരുന്നത്. 2 സിപ്പ് ഉണ്ട്. അതേപോലെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ലിംഗ് ആണ് വരുന്നത്. ഏതർ നമുക്ക് ഡിറ്റാച്ച് ചെയ്തത് കയ്യിൽ പിടിക്കാൻ പറ്റും. ആൻഡ് നല്ല ഓണം ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ഇതിൻ്റെ മെയിനായിട്ട് തോന്നിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും, അത്യാവശ്യം നല്ല ഷോർട്ടായിട്ടുള്ള ഒരു കുട്ടിക്കും നല്ല ടോളായിട്ടുള്ള ഒരു ആൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലിംഗ് ബാഗാണ് ഇത്. റേറ്റും കാര്യങ്ങളും ഞാൻ ഒന്നെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ എടുത്തു പറയാൻ ഞാൻ ഓർക്കുന്നില്ല ഓരോന്നിൻ്റെ റേറ്റ്. അതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. രണ്ടാമത്തെ ഒരു കൊറിയൻ സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഞാൻ കുറച്ച് വെറൈറ്റി ടൈപ്പ്, എൻ്റെ ടൈപ്പ് അല്ല ഇത്. ഞാൻ ഇങ്ങനത്തെ സ്ലിംഗ് ബാഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ പ്രാവശ്യം കുറച്ചൊരു വെറൈറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അടുത്ത ഒരു കൊറിയൻ സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഒരു വൈറ്റ് കളറിൽ ഒരു പിങ്ക് കളർ ഹാർട്ടൊക്കെ വന്നിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്ലിംഗ് ബാഗാണ്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വൈറ്റ് കളറാണ് കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അഴുക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആണ് വിത്ത് സിപ്പർ ക്ലോഷർ. സിംഗിൾ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും സിപ്പർ ക്ലോഷർ ആണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് നല്ലോണം അടയ്ക്കാനൊക്കെ പറ്റും. ആൻഡ് ഒരു മാഗ്നറ്റിക് ക്ലോഷറും ഉണ്ട്. നേരത്തെ കാണിച്ച അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. നേരത്തെ കാണിച്ച അത്രയും അഡ്ജസ്റ്റബിൾ അല്ല, അതാ ഞാൻ എടുത്തു പറയാൻ കാരണം. അത് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ലിങ് ഞാൻ കണ്ടിട്ടില്ല. അത് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ഭംഗി വന്നിട്ട് ഒരു കൊറിയൻ ടച്ച്. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സും ഈ ബാഗും ഒക്കെ അടിപൊളിയായിട്ട് പോകുമായിരിക്കും അല്ലേ. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ ഇത്. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന എല്ലാം 300 ബിലോയാണ്, അത് ഉറപ്പാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബാഗ് വന്നിട്ട് ഇതാണ്. മൂന്നാമത്തെ വന്നിട്ട് ഒരു ബ്രൗൺ കളർ സ്ലിംഗ് ബാഗാണ്. മാഗ്നറ്റിക് ക്ലോഷർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സിംഗിൾ കമ്പാർട്ട്മെൻറ്റ് സിപ്പർ ക്ലോഷർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് വന്നിട്ട് ഒരു സിലിണ്ടർ ഷേപ്പാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു പൗച്ച് ഇങ്ങനെ കയ്യിൽ പിടിക്കാനും അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ട് നല്ല ഇപ്പോഴത്തെ ബ്രോഡ് സ്ട്രാപ്പാണ് കേട്ടോ. നല്ല ബ്രോഡായിട്ട് ഈസിലി ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാപ്പാണ്. നമുക്കിത് കണക്ട് ചെയ്യാം.
ഒരു മൾട്ടി കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ആൻഡ് ബ്രൗൺ ഇത് വന്നേക്കുന്ന ഒരു സ്ട്രാപ്പാണ് വിത്ത് ക്യൂട്ട് ബാഗ്. നല്ല അടിപൊളി ഒരു കോമ്പാക്റ്റബിൾ ആയിട്ട് ഒന്നെങ്കിൽ നമുക്ക് കയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് പൗച്ചായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ് കേട്ടോ. ഇത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗ് ഇതാണ്. എന്നാൽ അത്യാവശ്യം സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു ബാഗാണ്. നല്ല ഭംഗിയുണ്ടില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അടുത്തതൊരു കോംബോ ആയിട്ട് ഞാൻ വാങ്ങിയേക്കുന്നതാണ്. ഞാൻ വിചാരിച്ച, പക്ഷെ അതിൽ 2 ബാഗ് വരുമെന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ കൂട്ടത്തിൽ 2 ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദിസ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഷോർട്ടാണ്, ഭയങ്കര ഷോർട്ടാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളർ വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോംബോ ആണ് വന്നിരിക്കുന്നത്. വാങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരെണ്ണേ ഉള്ളൂ എന്ന്. പക്ഷേ 200 സംതിങ്ങിന് അവർ 2. അതും ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. അവരിങ്ങനെ ബുമ്മെന്നിരിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഉള്ളിൽ വെക്കുക. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഞാൻ മാറ്റിയിട്ടില്ല. നല്ല ഒരു ലെതർ ടൈപ്പ് പോലത്തെ ഒരു നല്ല ഷൈനിങ് ഉള്ള നല്ലൊരു മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റി. ഈ ഒരു പൈസയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ക്വാളിറ്റി. സ്റ്റിച്ചിങ് ആണെങ്കിലും അടിപൊളി സ്റ്റിച്ചിങ് ആണ്. എല്ലാം കൊണ്ടും ഒരു സൂപ്പർബായിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗ് കോംബോയാണ് കേട്ടോ. അതിൻ്റെ ബ്ലാക്കും ഉണ്ട്, ഓഫ് വൈറ്റും ഉണ്ട്. രണ്ടും സൂപ്പർബാണ്. ഇപ്പം മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ സൂപ്പർബായിട്ട് പോകുന്ന ഒരു സ്ലിംഗ് ബാഗ് കോംബോയാണ് കേട്ടോ ഇത്. റേറ്റ് ഞാൻ കൊടുത്തേക്കാമേ. ആൻഡ് അടുത്തത് കാണിക്കാൻ പോകുന്ന ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു സ്ലിംഗ് ബാഗ് അല്ല. സ്ലിംഗ് ബാഗ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരു ഹാൻഡ് ബാഗ്, ഒരു ട്രെൻഡി ഹാൻഡ് ബാഗ് അങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു ബാഗാണ്. അത്യാവശ്യം സൈസ് ഉണ്ട് ഇതിന്. ഇത്രയും സൈസ് ഉണ്ട്. ആൻഡ് ഇത് 2 മാഗ്നറ്റിക് ഓപ്പൺ ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സ്ലിംഗ് ഉണ്ട്. ഇതിൻ്റെ സ്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ സ്ലിങ്ങിൻ്റെ ടൈപ്പാണ്. നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സിപ്പർ ക്ലോഷർ ഒന്നുമല്ല കേട്ടോ. ഒരു സിംഗിൾ ഓപ്പൺ ആണ്. ഓക്കെ, അത്യാവശ്യം സാധനങ്ങൾ അടിയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇപ്പം കോളേജിലൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാഷ്വലി ഒന്ന് പുറത്ത് പോകുന്നവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് സ്ലിംഗ് ബാഗിനേക്കാളും അത്യാവശ്യം വലിയൊരു ടൈപ്പ് തന്നെ, ഒരു ഹാൻഡ് ബാഗ് സൈസ് തന്നെ ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്ന സാധനങ്ങളൊക്കെ. പക്ഷെ ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി കേട്ടോ. നല്ല ഒരു പ്ലെയിൻ ബ്ലാക്ക്, നല്ലൊരു വൃത്തികെട്ട വേണം. സിപ്പർ ക്ലോഷർ അല്ല, പക്ഷെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അഡ്ജസ്റ്റബിൾ സ്ലീവാണ്, സ്ട്രാപ്പാണ്. അങ്ങനെ വരുന്നൊരു അടിപൊളി ഹാൻഡ് ബാഗാണ് കേട്ടോ ഇത്. അപ്പം എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് പ്രാവശ്യം വാങ്ങിയാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പക്ഷെ ബിക്കോസ് ആ ഒരു റേറ്റിന് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈങ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സാണ് ഇപ്രാവശ്യം വന്നേക്കുന്നതെല്ലാം. മീഷോന്ന് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വരുന്നത് മോശം പ്രൊഡക്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അതിന് വേണ്ടി വേറെ സാധനമായിരിക്കും വരുന്നത്, ചിലപ്പോൾ നല്ല സാധനമായിരിക്കും വരുന്നത്. എല്ലാം കൊണ്ടും അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാം മീഷോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, വാങ്ങി നോക്കിക്കോളൂ. എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ. 300 below ആണ് എല്ലാത്തിൻ്റെയും റേറ്റ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ റേറ്റ് എല്ലാം സ്ക്രീനിൽ കൊടുക്കാൻ വേണ്ടി നോക്കാം. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.